ഹലോ, ഇന്ന് നമുക്ക് ഈ ഒരു ചുരിദാർ സെറ്റ് ഇട്ടിട്ട് ഒന്ന് ഒരുങ്ങാം കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇത്രയും കളർ, അതായത് ഈ ഒരു മജന്ത മധുരമുള്ള ഡ്രസ്സുകളൊന്നും എടുക്കാറില്ല. പക്ഷേ ഈ ചുരിദാർ ഒന്ന് നല്ല ഭംഗി തോന്നി കേട്ടോ. പിന്നെ അതുപോലെ ഷോളും ഒക്കെ നല്ലൊരു രസമായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും നമുക്കിത് ഇട്ടൊന്ന് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഇങ്ങനെ വരണം കേട്ടോ. നെക്കൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് ത്രെഡിൻ്റെ ഒരു എന്താ പറയുക, ഗോൾഡാണോ എന്നറിയില്ല, ഗോൾഡും അല്ല സിൽവറും അല്ല, അങ്ങനത്തെ ഒരു കളറ്. ആ ഒരു വർക്കാണ് വരുന്നത് കേട്ടോ, ഷെൽ വർക്കാണ് വരുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു കമ്മലാട്ടോ ഇതിന് വേണ്ടി ഇടാൻ പോണത്. ഏകദേശം ഈ ഒരു വർക്കിനോട് ചേരുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ കമ്മൽ ഇട്ടിട്ടുണ്ട്. ഹെവി ആയോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇത്രയും വലിയ കമ്മലുകൾ അങ്ങനെ ഇടാറില്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ ഇടില്ല കേട്ടോ, എനിക്ക് അത്രയും വലിയ താല്പര്യമില്ല. പിന്നെ ഞാനിങ്ങനെ ഫോട്ടോയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഇത്രയും വലിയ കമ്മലുകൾ ഇടുക. പിന്നെ വലിയ ഫങ്ഷനൊക്കെ വരണം, എന്നാലും ഇത്രയ്ക്ക് ഇടില്ല. എന്നാലും ഇത് ഭംഗിയുണ്ട് തോന്നുന്നു, ഇതിനോട് ചേരുണ്ടെന്ന്. പിന്നെ നമുക്കിനി മുടി ഒന്ന് സെറ്റ് ചെയ്യാം. മുടി അത്ര വലിയ സെറ്റ് ചെയ്യലൊന്നും ഇല്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ഈരിയിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് ലാക്മിയുടെ ഒരു ചോക്ലേറ്റ് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു പൗഡറി മൂസ് ലിപ്സ്റ്റിക് ആട്ടോ ഇട്ടിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് കേട്ടോ. വേറൊരു വീഡിയോ കൂടി എടുക്കാണ്ടായിരുന്നു, അതാണ്. അപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോളും കൂടി ഇടാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഷോൾ വന്നിട്ട് കുറച്ചൊരു സ്റ്റിഫായിട്ട് ഇങ്ങനെ വടി പോലെ നിൽക്കുന്ന ഒരു ടൈപ്പാട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഷോളുമ്പോൾ ചെറിയ ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് കേട്ടോ. പിന്നെ വളമൊന്നും ഇടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കേട്ടോ വരുന്നത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ടടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാർ കേട്ടോ. അപ്പോൾ ഇതിന്റെ 5XL വരെയുണ്ട് സൈസ്. ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആട്ടോ. അതുപോലെ തന്നെ നമുക്കിതിന് റൗണ്ട് നെക്കും അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഒരു 3/4 കുറച്ചും കൂടി ലെങ്ത് ഉള്ള സ്ലീവും, അതുപോലെ തന്നെ നല്ല ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽ, അതായത് ചുരിദാറിന്റെ മെറ്റീരിയൽ വിസ്കോസ് റയോൺ, അത് കുറച്ച് തളർന്ന് എടുക്കുന്നതും. ഷോൾ വന്നിട്ട് കുറച്ചൊരു സ്റ്റിഫായിട്ട് ഇങ്ങനെ നല്ല വടിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് കേട്ടോ. അപ്പോൾ ഭംഗിന്ന് കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, രസമുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. ബൈ, ലവ് യു.